പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫിനാൻഷ്യൽ റിസൾട്ട് കണ്ടെത്തുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അതുപോലെ തന്നെ ഒരു വർഷത്തെ റെസിപ്റ്റുകളുടെയും പേയ്മെൻറ്റുകളുടെയും ഒരു സമ്മറി ഓഫ് അക്കൗണ്ടാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. എന്തൊക്കെയാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസുകളെന്ന് നോക്കാം. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ തയ്യാറാക്കുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഡെബിറ്റ് സൈഡിൽ ചെലവുകളും ക്രെഡിറ്റ് സൈഡിൽ വരവുകളുമാണ് രേഖപ്പെടുത്തുന്നത്. അങ്ങനെ അതിൻ്റെ കിട്ടുന്ന റിസൾട്ടാണ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അവരുടെ ഫിനാൻഷ്യൽ റിസൾട്ട് കണ്ടെത്തുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അവരുടെ റിസൾട്ട് കണ്ടെത്തുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസുകളും ക്രെഡിറ്റ് സൈഡിൽ ഇൻകം ആണ് രേഖപ്പെടുത്തുന്നത്. അങ്ങനെ അവർക്ക് കിട്ടുന്ന റിസൾട്ടാണ് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരു ക്യാഷ് ബുക്കാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ക്യാഷ് റെസിപ്റ്റുകളും ബാങ്ക് റെസിപ്റ്റുകളും ഡെബിറ്റ് സൈഡിലും ക്യാഷ് പേയ്മെൻറ്റ്സും ബാങ്ക് പേയ്മെൻറ്റ്സും ക്രെഡിറ്റ് സൈഡിലുമാണ് രേഖപ്പെടുത്തുന്നത്. ഇത് തയ്യാറാക്കുന്നത് ഒരു പീരിയഡ് കഴിയുന്ന സമയത്ത് ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ബാലൻസുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിന് സമാനമായിട്ടുള്ള ഒരു അക്കൗണ്ടാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. ഇറ്റ്സ് എ സമ്മറി ഓഫ് ക്യാഷ് റെസിപ്റ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ്. ക്യാഷ് റെസിപ്റ്റുകളുടെയും ക്യാഷ് പേയ്മെൻറ്റുകളുടെയും ഒരു സമ്മറിയാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. ഇവിടെയും ഡെബിറ്റ് സൈഡിൽ റെസിപ്റ്റുകളും ക്രെഡിറ്റ് സൈഡിൽ പേയ്മെൻറ്റ്സുകളും രേഖപ്പെടുത്തി അവസാനം നമുക്ക് കിട്ടുന്നത് ക്യാഷിൻ്റെയോ ബാങ്കിൻ്റെയോ ക്ലോസിംഗ് ബാലൻസ് ആണ്. നേച്ചർ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെയാണ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ക്യാഷ് ബുക്കിൻ്റെ ഒരു സമ്മറിയാണ്. ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഐറ്റംസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള റെന്റ്, സാലറി, ജനറൽ എക്സ്പെൻസസ്, റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ് എല്ലാം തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചറുകളാണ്. ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ, ഹാൾ റെന്റ് എല്ലാം റവന്യൂ റെസിപ്റ്റുകളാണ്. ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ റെസിപ്റ്റുകളും റവന്യൂ എക്സ്പെൻഡിച്ചറുകളും മാത്രമാണ് രേഖപ്പെടുത്തുന്നത്. ഇനി നമുക്ക് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പരിശോധിക്കാം. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ സബ്സ്ക്രിപ്ഷൻ ഒരു റവന്യൂ റെസിപ്റ്റ് ആണ്. ലൈഫ് മെമ്പർഷിപ്പ് ഫീ ഒരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അപ്പോൾ റവന്യൂ റെസിപ്റ്റുകളും ക്യാപിറ്റൽ റെസിപ്റ്റുകളും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പേയ്മെൻറ്റ് സൈഡിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് റെന്റ്, സാലറി, ജനറൽ എക്സ്പെൻസുകളെല്ലാം റവന്യൂ എക്സ്പെൻഡിച്ചറുകളാണ്. അതേസമയം ഫർണിച്ചർ വാങ്ങുന്നതിന് വേണ്ടി ചെലവാക്കിയിട്ടുള്ള എമൗണ്ട് ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ റവന്യൂ നേച്ചറുള്ളതും ക്യാപിറ്റൽ നേച്ചറിൽ വരുന്നതുമായിട്ടുള്ള എല്ലാ വരവുകളും ചെലവുകളും രേഖപ്പെടുത്തുന്നുണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ നേച്ചറുള്ള റെസിപ്റ്റുകളും പേയ്മെൻറ്റുകളും മാത്രമാണ് രേഖപ്പെടുത്തുന്നത്. ഓൺ ദി ബേസിസ് ഓഫ് നേച്ചർ ഓഫ് ഐറ്റംസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ ഇൻകവും റവന്യൂ എക്സ്പെൻഡിച്ചറും രേഖപ്പെടുത്തുന്നു. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ക്യാപിറ്റൽ നാച്ചുറലുള്ളതും റവന്യൂ നാച്ചുറലുള്ളതുമായിട്ടുള്ള എല്ലാ റെസിപ്റ്റുകളും പേയ്മെൻറ്റുകളും രേഖപ്പെടുത്തുന്നുണ്ട്. ഏത് ഫിനാൻഷ്യൽ ഇയറിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണോ നമ്മൾ തയ്യാറാക്കുന്നത് ആ ഫിനാൻഷ്യൽ ഇയറിലെ വരവുകളും ചെലവുകളും മാത്രമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നത്. ഫോർ എക്സാമ്പിൾ സബ്സ്ക്രിപ്ഷൻ ഈ വർഷം കിട്ടിയത് 1,69,000 ആണ്. അതിനോടുകൂടെ ഈ വർഷം കിട്ടാനുള്ള എമൗണ്ട് കൂടി നമ്മൾ കൂട്ടി എഴുതി എന്ന് പറഞ്ഞാൽ ഈ വർഷം കിട്ടിയത് മാത്രമല്ല ഈ വർഷം കിട്ടാനുള്ളതും ഈ വർഷത്തെ വരവാണ്. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തി. അതേസമയം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷൻ എഴുതുന്ന സമയത്ത് 2006 സബ്സ്ക്രിപ്ഷനും 2007 സബ്സ്ക്രിപ്ഷനും 2008 സബ്സ്ക്രിപ്ഷനും റെസിപ്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നത് ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിലെ വരവുകളും ചെലവുകളും മാത്രമാണ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും വരാൻ പോകുന്ന വർഷത്തേക്കുള്ള വരവുകളും ചെലവുകളും എല്ലാം നമ്മൾ രേഖപ്പെടുത്താറുണ്ട്.
ഓൺ ദി ബേസിസ് ഓഫ് പീരിയഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്ന എല്ലാ വരവുകളും ചെലവുകളും റിലേറ്റഡ് ടു കറന്റ് പീരിയഡ്. അതേസമയം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്ന വരവുകളും ചെലവുകളും റിലേറ്റഡ് ടു കറന്റ് പ്രിസീഡിംഗ് ആൻഡ് സക്സീഡിംഗ് ഇയേഴ്സ്. എല്ലാ വർഷത്തെ വരവുകളും ചെലവുകളും ഏത് വർഷമാണോ റിസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് വർഷമാണോ പേയ്മെന്റ് നടത്തുന്നത് ആ വർഷമാണ് രേഖപ്പെടുത്തുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതിയിട്ടുള്ളത് എക്സ്പെൻസുകളും ലോസസും ആണ്. റെന്റ്, സാലറി, റിപ്പയേഴ്സ്, ഇൻട്രസ്റ്റ് എല്ലാം എക്സ്പെൻസുകളാണ്. ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ ഒരു ലോസ് ആണ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത് എക്സ്പെൻസുകളോ ലോസസോ ആണ്. അതേസമയം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നതെല്ലാം റെസിപ്റ്റുകളാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസുകളും ലോസുകളും രേഖപ്പെടുത്തും. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ റെസിപ്റ്റുകളാണ് രേഖപ്പെടുത്തുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് പരിശോധിച്ചു കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ഒരു ഇൻകമാണ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ ഒരു ഗെയിൻ ആണ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നതെല്ലാം പേയ്മെന്റുകളാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻകങ്ങളും ഗെയിൻസും രേഖപ്പെടുത്തും. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ പേയ്മെന്റ്സുകളാണ് രേഖപ്പെടുത്തുന്നത്. ഡിപ്രീസിയേഷൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തും. ഡിപ്രീസിയേഷൻ ഒരിക്കലും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ രേഖപ്പെടുത്താറില്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ ഇൻക്ലൂഡ് ചെയ്യും, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ എക്സ്ക്ലൂഡ് ചെയ്യും. ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന് ഓപ്പണിംഗ് ബാലൻസുകളോ ക്ലോസിംഗ് ബാലൻസുകളോ വരുന്നില്ല. അതേസമയം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന് ഓപ്പണിംഗ് ബാലൻസുകളും ക്ലോസിംഗ് ബാലൻസുകളും വരാറുണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടും തമ്മിൽ വരുന്ന പ്രധാനപ്പെട്ട ഡിഫറൻസുകളാണ്. ആദ്യം നമ്മൾ പറഞ്ഞത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് ജസ്റ്റ് ലൈക്ക് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതുന്ന അക്കൗണ്ടുകളുടെ നാച്ചർ റവന്യൂ നാച്ചർ ഓൺലി. അതേസമയം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ എഴുതുന്ന അക്കൗണ്ടുകളുടെ നാച്ചർ ക്യാപിറ്റൽ നാച്ചറും വരും, റവന്യൂ നാച്ചറും വരും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്ന വരവുകളും ചെലവുകളും ഇറ്റ് ഈസ് റിലേറ്റഡ് ടു കറന്റ് പീരിയഡ്. ഏത് വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണോ തയ്യാറാക്കുന്നത് ആ വർഷത്തെ വരവുകളും ചെലവുകളുമാണ് രേഖപ്പെടുത്തുന്നത്. അതേസമയം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്ന വരവുകളും ചെലവുകളും ഇറ്റ് മേ റിലേറ്റഡ് ടു കറന്റ് പ്രിസീഡിംഗ് ആൻഡ് സക്സീഡിംഗ് ഇയേഴ്സ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത് എക്സ്പെൻസുകളും ലോസസുകളാണ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത് റെസിപ്റ്റുകളാണ്. വേറൊരു ഡിഫറൻസ് വരുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അതേസമയം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് പേയ്മെന്റ്സുകളാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഡിപ്രീസിയേഷൻ കാണിക്കാറുണ്ട്, അതേസമയം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ കാണിക്കാറില്ല. അവസാനമായി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന് ഓപ്പണിംഗ് ബാലൻസോ ക്ലോസിംഗ് ബാലൻസോ വരുന്നില്ല. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും വരാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രസന്റേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു വിഷയവുമായി കാണാം.